ഇന്നത്തെ നമ്മുടെ വീഡിയോ വേറൊന്നുമല്ല, ഓണം എക്സാം ആരംഭിച്ചു. അപ്പോഴും നമുക്ക് ഫസ്റ്റ് എക്സാം കഴിഞ്ഞപ്പോൾ എൻ്റെ മകൻ 6ാം ക്ലാസ്സിലാണ്. അപ്പോൾ അവന് ഇന്നലെ എക്സാം തുടങ്ങി. അപ്പം UP സെക്ഷനിലെ എക്സാമിനേഷൻ. അപ്പം ഇപ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഒരുപാട് മാറ്റം വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിനെ അപേക്ഷിച്ച് ഇപ്പം വന്നിട്ടുള്ള മാറ്റങ്ങൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതാ ഇങ്ങനെയാണ്. അവർ തന്നിട്ടുള്ള ആ ഒരു ഓപ്ഷനിൽ നിന്നും 2 ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതിന് വെച്ചിട്ട് ഇങ്ങനെ അവർ തരാറുണ്ട്. ഈ ചിഹ്നങ്ങളെയാണ് അവർ ഉദ്ദേശിക്കുന്നത്, കണ്ടോ. അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് വിലയിരുത്തി വായിച്ചാൽ മാത്രമേ നമുക്ക് നന്നായിട്ട് കറക്റ്റ് ആൻസർ കണ്ടെത്താൻ കഴിയുള്ളൂ. ഈ വായിച്ച് അതത്രോണം വായിച്ച് മനസ്സിലാക്കി ഗ്രഹിച്ചെടുക്കാൻ കഴിയാത്ത കുട്ടികൾ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോഴും നന്നായിട്ട് വായിക്കാൻ അറിയുന്ന കുട്ടികൾക്ക്, വായിച്ച് മനസ്സിലാക്കി എടുക്കാൻ കഴിയുന്ന കുട്ടികൾക്ക് നന്നായിട്ട് എഴുതാൻ പറ്റിയ ഒരു ഓപ്ഷനാണ് ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ. അതായത് പണ്ടത്തെ നമ്മൾ പഠിക്കുമ്പോൾ നവോദയ എക്സാമൊക്കെ എഴുതില്ല, ഇപ്പോൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പണ്ട് നമ്മളൊക്കെ എഴുതിയിട്ടുണ്ട്. ആ നവോദയ എക്സാമിൻ്റെയൊക്കെ ഒരു മോഡലാണ്. പിന്നെ മറ്റൊന്ന് പറഞ്ഞാൽ കാണാപ്പാഠം പഠിക്കേണ്ട എന്നൊരു പത്രക്കുറിപ്പുണ്ടായിരുന്നു ഒരു 2 ആഴ്ച മുന്നേ. കാണാപ്പാഠം നമ്മൾ പഠിക്കേണ്ട കാര്യം, നമ്മൾ മറ്റൊന്ന് ചെയ്ത് നമ്മൾ ചാപ്റ്ററുകൾ ഒരു ചാപ്റ്റർ പോലും വിടാതെ നമ്മൾ ആ ഓരോ യൂണിറ്റിലുമുള്ള ഒരൊറ്റ ചാപ്റ്റർ പോലും വിടാതെ എഴുതുക. പണ്ടൊക്കെ നമ്മൾ പുസ്തകങ്ങൾ പാഠപുസ്തകങ്ങൾ എന്ന് പറഞ്ഞാൽ പാഠം 1 എന്ന് പറഞ്ഞിട്ടായിരുന്നു തന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെ പാഠം 1 അങ്ങനെയൊന്നുമില്ല. ഓരോ യൂണിറ്റ് കണക്കിലാണ്, ബേസിലാണ് തന്നിരിക്കുന്നത്, കണ്ടോ. ഇത് അടുക്കള എന്നൊരിത് തുടങ്ങിയിട്ട് ചട്ടിപ്പണി ഇവിടെ അതൊരു ചാപ്റ്ററായിട്ട് തന്നെ ഒരു ഇടഭാഗ കഥ പോലെയാണ് അവർ ഇട്ടിരിക്കുന്നത്, കണ്ടോ. പക്ഷെ അതൊരു വലിയ ചാപ്റ്ററുമാണ്, കണ്ടോ. നമുക്കത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നൂല കണ്ടാൽ. അതുപോലെയാണ് അവർ ക്വസ്റ്റ്യനിൽ ഇതുണ്ടോ. ഇത് ആ യൂണിറ്റിൽ ലാസ്റ്റത്തെ ഒരു സ്റ്റോറിയാണേ. എന്നാൽ അത് അവർക്ക് നല്ലൊരു കുറിപ്പ് എഴുതാനായിട്ട് ഉണ്ടായിരുന്നു. നമ്മളിത് കവർ ചെയ്തിട്ടുണ്ടോ, എൻ്റെ മകനെ എഴുതാൻ കഴിഞ്ഞു. അപ്പോൾ ഇത് കവർ ചെയ്യാത്ത കുഞ്ഞുങ്ങളുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് ചില ടീച്ചേഴ്സ്മാർ ഇടയ്ക്കും മുറയ്ക്കും പഠിപ്പിക്കും. അന്ന് ചെല്ലാത്ത കുട്ടികൾക്ക് അങ്ങനെയൊക്കെ വരുമ്പം ചില ദിവസങ്ങൾ ആബ്സെൻ്റ് ആയിരിക്കുന്ന കുട്ടികൾക്ക് അത് കവർ ചെയ്യാൻ പാടില്ല. അപ്പം നമ്മൾ ചെയ്യേണ്ട വേറൊന്നുമല്ല, നമ്മൾ അമ്മമാർ ശ്രദ്ധിച്ചാൽ, അമ്മമാർ ഇത് കാണുന്ന കുട്ടികളോ ശ്രദ്ധിക്കുക. ഇനിയുള്ള എക്സാമിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ അതിൻ്റെ ഒരു ചാപ്റ്റർ നമ്മൾ വായിച്ചിട്ട് അതിൽ എന്തൊക്കെയാണ് നമ്മൾ പ്രതിപാദിക്കുന്നത്. മറ്റൊന്ന് വെച്ചാൽ അതിൻ്റെ വർക്ക് നോക്കുക. ആ വർക്കിൽ എന്താണ് കൂടുതൽ ആവർത്തിച്ച് പറയുന്നത്. ഇപ്പോൾ അടുക്കള, അപ്പോൾ അതിൽ കൂടുതലും പലഹാരങ്ങളെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ അതിൽ നമുക്ക് ഒരൊറ്റ ക്വസ്റ്റ്യനേ വരുള്ളൂ. അപ്പോൾ നമുക്ക് തന്നെ അത് എന്താ പറയുക, ചിന്തിച്ചെടുക്കുക അതിൽ നിന്ന് എന്ത് വരുമായിരിക്കും. ഇന്നിപ്പോൾ ഞാൻ എൻ്റെ മോളിനോട് പറഞ്ഞു, മക്കളെ ഇതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു പലഹാരം, ഒരു ആഹാരം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് വരുമെന്ന് പറഞ്ഞു. അതുമാതിരി തന്നെ വരികയും ചെയ്തു, അവ എഴുതുകയും ചെയ്തു. ഇതാ കിടക്കുന്നു, ഇതാ കണ്ടോ. ഞാൻ അതവന് പ്രാക്ടീസ് ചെയ്തായിരുന്നു, അവ അത് ചെയ്തു. അതുപോലെ നമ്മളെ മായം കലർന്ന ഭക്ഷണങ്ങളും അല്ലാത്ത ഭക്ഷണങ്ങളെയും കുറിച്ച് ഞാൻ അവന് പ്രാക്ടീസ് ചെയ്ത് കൊടുത്തു. അതും അവന് ഉപകാരപ്പെട്ടു. ബാക്കിയുള്ളതെല്ലാം അവർക്ക് എന്താ പറയുക, ചിന്തിച്ചെഴുതാനും വായിച്ച് കണ്ടെത്തി എഴുതാനും തന്നെ ആയിരുന്നു. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഓരോ ചാപ്റ്ററും നന്നായിട്ട് പഠിക്കണമെന്ന് ഞാൻ പറയില്ല, വായിച്ച് മനസ്സിലാക്കുക. അപ്പോൾ ഒരു ദിവസം നിങ്ങൾക്ക് 2-3 സബ്ജക്റ്റ് തലേ കയറ്റണ്ട. അപ്പം നിങ്ങൾ ഓരോ ദിവസം പഠിച്ചത് നിങ്ങളെ മനസ്സിൽ തന്നെ കാണുമല്ലോ. അപ്പോൾ അത് കറക്റ്റ് വിലയിരുത്തിക്കൊണ്ട് പോവുക. ഇത്ര ചാപ്റ്റർ എനിക്കുണ്ട്, അപ്പോൾ അതിൽ ഇന്ന കാര്യങ്ങളെ പ്രതിപാദിക്കുന്നു. അത്രയേ ഉള്ളൂ. പഴയതുപോലെയുള്ള റിസ്ക് എനിക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാം ഈസി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പം എന്താ പറയുക, നിങ്ങൾ കൂടുതൽ ഈ വീഡിയോ എന്താണെന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ചിന്തിച്ച് പഠിക്കുക. അപ്പം നിങ്ങൾക്ക് എക്സാം നല്ല ഈസി ആയിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഓക്കെ, ബൈ.